നമസ്കാരം. കോരാൾസ് ഗ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർത്തമാന കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോരിച്ചൊരിയുന്ന മഴയും ആ മഴയുടെ രൗദ്രഭാവവും കപ്പലും അറിയലും അതിലെ കണ്ടെയ്നറുകൾ കടലിലൊഴുകുകയും ഒക്കെ ആയിട്ട് വീടുകൾ ഇടിഞ്ഞു വീഴുന്നു, ആളുകൾ മരിക്കുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ചാനലുകൾ തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ മഴക്കെടുതി എന്തായി എന്ന് പറഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഒക്കെ കാണുന്നത് നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. ഒരു അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണെന്ന് പറയാം. കാരണം ഈ നിയമസഭയുടെ കാലാവധി കഴിയാൻ ഇനി 10 മാസം ശേഷിക്കുമ്പോൾ പി വി അൻവർ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തിനാണ് ആ പോസ്റ്റ് രാജിവെച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി ജയിച്ചുവെങ്കിലും ഞാൻ ഇനി അവരുമായിട്ട് യാതൊരു സഹകരണമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് UDF പോവുക, BJP പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അയാൾ ഒരു ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചു എന്ന് പറയാം. ഇപ്പോൾ ഏത് ചാനൽ വെച്ചാലും നിലമ്പൂരിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. പി വി അൻവറാണ് ഇപ്പോഴത്തെ താരം എന്ന് പറയാം. നമ്മൾ പി വി അൻവറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കാം. 1965 ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയായി K. കുഞ്ഞാലിയാണ് ആദ്യമായി നിലമ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായ ശേഷം ജയിക്കുന്ന MLA. 1967 അദ്ദേഹം തന്നെ വിജയിച്ചു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അദ്ദേഹം രക്തസാക്ഷിയായി, അദ്ദേഹത്തിനെ കൊന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 1970 നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. MP ഗംഗാധരൻ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സീറ്റിൽ ജയിച്ചു. 1977 ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ നിലനിർത്തി. 1980 ഹരിദാസ് എന്ന് പറഞ്ഞ ആളാണ് MLA ആയത്. 1982 TK ഹംസ വന്നു. 1987 ആര്യാടൻ വന്ന ശേഷം ഏതാണ്ട് 2011 വരെ, 1987 മുതൽ 2011 വരെ ആര്യാടൻ തന്നെയായിരുന്നു നിലമ്പൂരിൻ്റെ MLA. 2016 ആര്യാടൻ്റെ പകരം അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. CPM സ്വതന്ത്രനായി പി വി അൻവർ നിന്നു. 11,504 വോട്ടിന് എന്താ പറയുക ഭൂരിപക്ഷത്തോടെ അൻവർ ജയിച്ചു. 2021 വീണ്ടും LDFിൻ്റെ തരംഗത്തിൽ പി വി അൻവർ ജയിച്ചു. പക്ഷേ 11,504 വോട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഭൂരിപക്ഷം വാങ്ങിയ ആൾ 2,300 വോട്ട് വാങ്ങി ജയിച്ചു. പി വി അൻവർ എന്താ പറയുക ഇപ്പോൾ രാജിവെച്ചു. ഇപ്പോൾ രാജിവെച്ചപ്പോൾ ഒരു രസം എന്താണെന്ന് ചോദിച്ചാൽ 3 തവണ മത്സരിക്കുമ്പോൾ 3 തവണയും എന്താ പറയുക അൻവറിന് കിട്ടിയ ഭൂരിപക്ഷം 3 തലത്തിലായിരുന്നുവെങ്കിൽ പോലും അവിടെ ഇപ്പോൾ എന്താ പറയുക വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കേട്ട വാർത്ത, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ പറയുന്നു, നമുക്ക് ഇത് വേണ്ട. ഏതാ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, നമ്മൾ മത്സരിക്കേണ്ട, നമുക്ക് വോട്ടില്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ്, അവിടെ മത്സരിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രബല ഗ്രൂപ്പ് അതിനെ എതിർത്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ലല്ലോ. 2011 BJP 4,425 വോട്ട് വാങ്ങിയ നിയോജക മണ്ഡലമാണ്. 2016 ആ സീറ്റ് BDJSന് കൊടുത്തു. അവർ 12,284 വോട്ട് വാങ്ങി. കഴിഞ്ഞ ഇലക്ഷനിൽ 2021 BJP തന്നെ വീണ്ടും മത്സരിച്ചു. 8,595 വോട്ട് വാങ്ങിയ നിയോജക മണ്ഡലമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, നമുക്കവിടെ ഗ്രിപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, മത്സരിക്കേണ്ട എന്ന് പറയുന്നു. പക്ഷേ എതിർപ്പുണ്ട്. അതുപോലെ തന്നെ 2011 2,566 വോട്ട് വാങ്ങിയ പാർട്ടിയായിരുന്നു SDPI. 2016 അത് 4,751 വോട്ടായി മാറി. 2021 3,281 വോട്ടുകൾ വാങ്ങി. അവരും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. പകരം കോൺഗ്രസ്സിന് പിന്തുണ നൽകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവർ മത്സരിക്കേണ്ടത്. പക്ഷേ കോൺഗ്രസ്സെ നിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നാണ് അൻവർ പറയുന്നത്. അൻവറിന് അവിടുത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ ജോയിയെ മത്സരിപ്പിക്കണം. അതെന്താണെന്ന് കാര്യം എന്ന് വെച്ചാൽ, ആര്യാടൻ മുഹമ്മദിനോടും ആര്യാടൻ ഷൗക്കത്തിനോടും പരമ്പരാഗതമായി അദ്ദേഹത്തിനുള്ള എതിർപ്പാണ് കാരണം. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും
എൻ്റെ വോട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുടെ വോട്ട് വേണമെങ്കിൽ ഞാൻ തീരുമാനിക്കും. കോൺഗ്രസ്സേ, UDF, മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നും തീരുമാനിക്കേണ്ട, ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എൻ്റെ പിന്തുണ തരാം എന്നാണ് ഇപ്പോൾ ബാർഗെയിൻ ചെയ്യുന്നത്. ഒപ്പം എന്നെ ഘടകകക്ഷിയാക്കണം. അപ്പോൾ UDF പറയാണ് സഖ്യകക്ഷിയാക്കാൻ. കാരണം ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിയാണല്ലോ തൃണമൂൽ. അതിൻ്റെ കേരള ഘടകത്തിനെ UDFൻ്റെ അംഗമാക്കിയാൽ ബാക്കിയുള്ളിടത്ത് എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം സഖ്യകക്ഷിയാക്കാമെന്നാണ്. അതും പറയാം, എന്നെ ഘടകകക്ഷിയാക്കണം എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ് അദ്ദേഹം. എന്തായാലും ബഹുരസമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. 1967 മെയ് 26 PV അൻവർ ജനിച്ചത്. അപ്പോൾ 58 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 2016 നിലമ്പൂരിലെ MLA ആയി. പിന്നെ അദ്ദേഹം ഇടതുപക്ഷത്തിനെ വിട്ട് തൃണമൂൽ കോൺഗ്രസ്സായി. അത് കഴിഞ്ഞ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള DMK എന്നിടാൻ വേണ്ടി അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. അത് കഴിഞ്ഞാണ് തൃണമൂലിൽ പോയത്. 2024 വരെ ഇടതുപക്ഷ സ്വതന്ത്രനുമായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനായിരുന്നു. അത് കഴിഞ്ഞ് കരുണാകരൻ ഉണ്ടാക്കിയ ഡിക്കിൽ പോയി. അത് കഴിഞ്ഞ് വയലാർ രവി ഉണ്ടാക്കിയ 4ാം ഗ്രൂപ്പിൽ പോയി. ഇങ്ങനെ എവിടെയെല്ലാം ചാടാമോ അവിടെയെല്ലാം അൻവർ ചാടി കോൺഗ്രസ്സിന് ഡാമേജ് വരുത്തിയ ആളാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ VD സതീശൻ അടക്കമുള്ളവർ താമ്പാളത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ് എന്താ പറയുക അൻവറിനെ. അപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് 2024 വരെ MLA ആയിരുന്ന ആളാണ്. കോൺഗ്രസ്സുകാരനായിരുന്നു 2016 വരെ. PV ഷൗക്കത്ത് അലിയുടെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ മകനാണ്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പുത്തൻ വീട് തറവാട് എന്ന് പറഞ്ഞാൽ വളരെ പേര് കേട്ട തറവാടാണ്. ജവഹർലാൽ നെഹ്റു വന്ന് താമസിച്ചിട്ടുള്ള വീടാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ ജനിച്ച പയ്യനാണ്. 2011 ഏറനാട്ടാണ് ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചത്. നന്നായിട്ട് തോറ്റു. 2014 വയനാട്ടിൽ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ടും മത്സരിച്ചു. അവിടെയും സ്വതന്ത്രനായിരുന്നു, തോറ്റു എന്ന് പറയണ്ടല്ലോ. 2016 ഇടതുപക്ഷം കൈകൊടുത്ത് നിലമ്പൂരിൽ നിർത്തി ജയിപ്പിച്ചു. ഇപ്പോൾ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ PV അൻവർ വാ തുറന്നാൽ പിണറായിസം, മരുമോനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDFനാണല്ലോ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 6-7 മാസം മുമ്പ് വരെ കോൺഗ്രസിനെ എന്തെല്ലാം തെറി വിളിച്ചോ ആ തെറിയൊക്കെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വിളിക്കുന്നു. ഈ സ്വതന്ത്രന്മാരെ വച്ച് പരീക്ഷ നടത്തുന്നവർക്കെല്ലാം ഒരു സൂചനയാണിത്. ഇപ്പോൾ BJP തന്നെ ഷോൺ ജോർജിനെ, നമ്മളെ PC ജോർജിൻ്റെ മകനെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള എന്തോ ചിന്ത വർത്തമാനങ്ങളൊക്കെ വന്നപ്പോൾ PC ജോർജ് പറഞ്ഞു, എൻ്റെ മകൻ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട, നിർത്തില്ല എന്ന് അച്ഛൻ അങ്ങ് തീരുമാനിച്ചു. അദ്ദേഹം ഇപ്പോൾ BJPയിലാണല്ലോ. അപ്പോൾ എല്ലാവരും തനിപ്പിടി പിടിക്കുകയാണ്. BJP സംസ്ഥാന കമ്മിറ്റിക്കൊന്നും ഒരു വിലയില്ല. PC ജോർജ് തീരുമാനിക്കും എൻ്റെ മകൻ മത്സരിക്കണോ വേണ്ടേന്ന്. അതുപോലെയാണ് ഇപ്പോൾ അൻവർ ഒരു എന്താ പറയുക 10 കാലത്തിലധികമായി 10-15 വർഷമായിട്ട് UDFനെ എന്തെല്ലാം വിളിക്കാമോ, VD സതീശനെയും സുധാകരനെയൊക്കെ എന്തെല്ലാം വിളിക്കാമോ അതെല്ലാം വിളിച്ച ഈ PV അൻവർ ഞാൻ പറയുന്ന ജോയിയെ നിർത്തിയാൽ, അതായത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റിനെ നിർത്തണമെന്ന് കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ PV അൻവർ തീരുമാനിക്കുമെന്ന്. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കി ആ പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ. അപ്പോൾ എന്താവും സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് എറണാകുളത്തോ ആലുവയിലോ എവിടെയോ രഹസ്യമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടിയിട്ടുണ്ട്. നമുക്ക് എന്ത് തീരുമാനിക്കാം, ഇവനെ ചുമക്കണോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. എന്തായാലും ബഹുരസമായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ എന്തായാലും നാളെ മറ്റന്നാളൊക്കെ അറിയാൻ പറ്റും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജോയി ആണോ ഷൗക്കത്താണോ എന്ന്. ഷൗക്കത്താണെങ്കിൽ ചെകുത്താന്മാർക്ക് വേണ്ടിയല്ല ഞാൻ MLA സ്ഥാനം രാജിവെച്ചത് എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെകുത്താനെന്ന് വിളിച്ചത് ആരെയാണ്, ഷൗക്കത്തിനാണോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ നല്ല ചെകുത്താനും ചീത്ത ചെകുത്താനും ഉണ്ട്. നല്ല ചെകുത്താൻ നിന്നാൽ ഞാൻ വോട്ട് ചെയ്യാമെന്ന് തിരുത്തി. അപ്പം നല്ല ചെകുത്താൻ എന്നാണ് ജോയിയെ വിളിക്കുന്നത്. അത് എന്തർത്ഥത്തിലെന്ന് എനിക്കറിയില്ല. തല്ലിപ്പൊളി ചീത്ത ചെകുത്താൻ ഇയാളുമാണ്, ആര്യയുടെ ഷൗക്കത്തുമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത്, ഇപ്പോൾ PC ജോർജിനെ എന്താ പറയുക ഒന്നുമല്ലാതാക്കിയതുപോലെ. PC ജോർജ് ഒരു കാലത്ത് പൂഞ്ഞാറിലെ ദൈവമായിരുന്നില്ലേ. SDPIയുടെയൊക്കെ യോഗത്തിന് പോയിട്ട് അറബി ഭാഷയിലൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോൾ തെറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലും അറബിയിലൊക്കെ സംസാരിച്ച ആളാണ്. എന്നിട്ട് ഇപ്പോൾ അവരെയാണ് തള്ളക്കി വിളിക്കുന്നത്. അതുപോലെ PC ജോർജിനെ ഒതുക്കിയതുപോലെ ഈ പറഞ്ഞ സ്വതന്ത്ര ലേബലിൽ ജയിച്ചിട്ട് മുന്നണികളെ വരച്ച വരിയിൽ നിർത്താൻ നടക്കുന്നവരെ ഒതുക്കാൻ പറ്റിയ ഒരു നല്ല മാർഗമാണ് ഈ നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ എന്ന് ഞാൻ പറയും. നിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി എന്താ പറയുക VD സതീശനെ പോലുള്ള ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഇപ്പുറത്ത് എന്തായാലും LDF എടുക്കില്ല, അപ്പുറത്ത് BJP എടുക്കില്ല. അങ്ങനെ വേണമെങ്കിൽ PV അൻവറെ അദ്ദേഹത്തിൻ്റെ പാർക്കും
ആഫ്രിക്കയിലുള്ള കൃഷിയൊക്കെ ആയിട്ട് ഒതുക്കാൻ കഴിയും. അതിൻ്റെ ഒരു സുവർണ അവസരമാണ്. ഇതുപോലുള്ള പോയ കോടാലികളെ ഒതുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഞാൻ പറയും. അപ്പോൾ പി സി ജോർജിനെ ഒതുക്കിയതുപോലെ ഈ പറയുന്ന അൻവറിനെ ഒതുക്കാൻ UDF, LDF, BJPയുടെ NDAയും കൂടെ വിചാരിച്ചാൽ നടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു വ്യക്തിത്വം UDF അല്ലെങ്കിൽ കോൺഗ്രസ് കാണിക്കണം. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ, ഞങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, നിന്റെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് PV അൻവറെ തള്ളാൻ UDFനായാൽ നല്ല തന്തയ്ക്ക് പറന്നവന്മാരാണ് അതിലുള്ളതെന്ന് പറയാം. മറിച്ച് പറയേണ്ടി വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിലമ്പൂരിലെ ഈ ഇലക്ഷൻ എന്താവും ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഈ ഒരു സൂചന നൽകുന്നത്? വരാൻ പോകുന്ന ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരെയല്ലേ, അതിനിടയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോരാൾസ് ഗ്ലോബ് എന്ന് പറഞ്ഞ പുതിയ ചാനലിലേക്ക് ഞാൻ കൊടുത്ത ഈ ബൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.